ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാ ലേറ്റസ്റ്റ് എപ്പിസോഡ് അറിവാണ്. അത് ഇന്ന് രാത്രി കാണാനുള്ള ഫുൾ എപ്പിസോഡ് അറിവാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസ് ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കേക്ക് തന്നെയാണ് പ്രധാന വിഷയം. അതായത് ആ ഒരു കേക്ക് പോയ്സൺ ചെയ്ത കേക്ക് ആരുടെ കയ്യിലേക്കാണ് എത്തിച്ചേരാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ കയ്യിലേക്കാണ് കേക്ക് ലാസ്റ്റ് കുട്ടികൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. എന്നാൽ കുട്ടികൾ സേഫാണ് കേട്ടോ. പക്ഷേ ഇനി അതിനകത്ത് പപ്പിമോക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അതിനി നാളത്തെ എപ്പിസോഡിൻ്റെ അപ്ഡേറ്റ് പോലെ ഇരിക്കും. അതിന്ന് രാത്രി തന്നെ ഇടാം. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണം കേട്ടോ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശാലിനി വിഷ്ണു ഭയങ്കര സ്നേഹത്തിൻ്റെ സങ്കടങ്ങൾ, അതായത് ആഗ്രഹിച്ച നിമിഷങ്ങൾ തൻ്റെ കൺമുന്നിൽ നടക്കുന്ന കണ്ടിട്ടുള്ള സന്തോഷത്തിൽ നിൽക്കുന്ന ശാലിനിയാണ്. ഒത്തിരി ദിവസത്തിന് ശേഷം സന്തോഷം, അതായത് നൊമ്പരമേറിയ ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു സന്തോഷം ശാലിനി പ്രകടിപ്പിക്കുന്ന ആ ഒരു രീതി, ശാലിനി ഇതിനകത്ത് അഭിനയിക്കുവാണോ അതോ ശാലിനി അതിനകത്ത് ജീവിക്കുവാണോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് ശാലിനിയുടെ ആ ഒരു വികാരം കാണിച്ചിരിക്കുന്നത്. കാരണം നാളെ ശാലിനി എന്താണ് വളരെ നന്മമരം പോലെ കളിച്ച് ഇത് ഈ ശാലിനിക്ക് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനല്ലേ, ആ ഒരു വികാരമൊന്നുമില്ല. ഇത്രമാത്രം ഒരാൾക്ക് എന്താണ് എല്ലാം വിട്ടുകൊടുത്തിട്ട് ജീവിക്കാൻ പറ്റുമോ എന്ന അവസ്ഥയ്ക്ക് നിന്ന് ശാലിനിയുടെ ഉള്ളിൽ ഇത്രയും നാളും ഈ ഒരു സ്നേഹം, ആഗ്രഹിച്ച സന്തോഷങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം താൻ വേണ്ട എന്ന് വെച്ചെന്നുള്ള കാര്യം ഇന്നത്തെ ശാലിനിയുടെ ആ ഒരു അഭിനയത്തിന് ശാലിനി അതെല്ലാം പോർട്രേ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുന്നത് കാണിക്കുന്ന വിഷ്ണു ശാലിനി പരസ്പരം നോക്കുന്നു. കുട്ടികൾ രണ്ടും വിഷ്ണുവിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. കാരണം വിഷ്ണു എന്താണ് മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് രണ്ടുപേരും വിഷ്ണുവിൻ്റെ അനുഗ്രഹം മേടിച്ചിട്ട് ഉമ്മയെ കൊടുത്ത് അവിടെ എന്താണ് വിഷ്ണുവിൻ്റെ അടുത്ത് തന്നെ നിൽക്കുമ്പോൾ ശാലിനി അത് തന്നെ നോക്കിയിരിക്കണം. കാരണം തൻ്റെ രണ്ട് മക്കളുമാണ് തൻ്റെ അച്ഛനാണെന്നറിയാതെ ഇത്ര അരികിൽ തന്നെ നിൽക്കുന്നത്, വിഷ്ണുവേട്ടൻ ചേർത്ത് പിടിച്ചിരിക്കുന്നത് സ്വന്തം മക്കളെയാണെന്നുള്ള രീതിക്ക് അത് ശാലിനി നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇവിടെ എന്നേരം ഗൂഢതന്ത്രം മാത്രമേ മെനയാനായിട്ട് സമയമുള്ളൂ മധുശ്രീക്കും അതുപോലെ കാർത്തിക് നമ്മൾ കണ്ട പോലൊരു വ്യക്തിയല്ല. കാർത്തിക എന്താണ് നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കാണ്. കാരണം കാർത്തികയ്ക്ക് ഒരു മടിയുമില്ല ആ ഒരു കേക്കിനകത്ത് കുട്ടികളുടെ കയ്യിൽ ഈ കേക്കിന് ഒരു പീസ് എത്തിയാൽ എന്ന് പോലും ചിന്തിക്കാതാണ്. കാരണം തനിക്കും തൻ്റെ പ്രണയം അതിനേക്കാളും കവിഞ്ഞൊന്നുമില്ല എന്ന് അത്ര സ്വാർത്ഥ താല്പര്യം. പ്രണയമെന്ന് പറയുന്നത് എപ്പോഴും ത്യാഗമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നമുക്ക് വേണ്ടിയിട്ട് ഏത് അവസരത്തിലും നമ്മളെ കൈവിടത്തില്ല എന്ന പ്രതീക്ഷയാണ്. അതിനുവേണ്ടി മറ്റൊരാളെ ആശ്രയിച്ച് മറ്റൊരാളെ ചതിച്ച് മറ്റൊരാളെ കൊന്ന് വെട്ടി വീഴ്ത്തിയിട്ടേ ആ ഒരു പ്രണയം നടക്കത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും അത് പ്രണയമല്ല. കാരണം ഒരാളെ സ്നേഹിക്കുന്ന പോലെ സമൂഹത്തിൽ മറ്റൊരാളോട് നമുക്ക് എന്താണ് ആ ഒരു ദയ കാരുണ്യം ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് സ്നേഹിക്കുന്ന വ്യക്തി നമുക്ക് എല്ലാ കാലവും സ്നേഹിക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ കാർത്തിക് എന്ന് പറയുന്നത്. പറയുക അച്ഛമ്മ എന്നാൽ ഇനി കേക്ക് കട്ട് ചെയ്താലോ. അപ്പോഴത്തേക്ക് രണ്ട് കുട്ടികൾ എന്താണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോഴും ഈ പറയുന്ന സത്യഭാമയുടെ മനസ്സ് മൊത്തം വിഷ്ണു മാലയിട്ട് കൊടുത്തല്ലോ എന്ന ഷോക്ക് മാറാൻ നിൽക്കുന്ന സത്യഭാമയുടെ മനസ്സിനകത്താണ് പെട്ടെന്ന് എന്താണ് പപ്പിമോള് ചോദിക്കുന്നത് നമുക്കിനി കേക്ക് കട്ട് ചെയ്തല്ലോ. അപ്പോഴാണ് സത്യഭാമ എന്താണ് ഈ ഒരു ലോകത്തേക്ക് ഇറങ്ങി വന്നത്. അത്രയും നേരം വേറെ എവിടേക്കോ ചിന്ത കാട് കയറി നിൽക്കുന്ന അവസ്ഥയ്ക്കകത്താണ്. അപ്പോഴത്തേക്ക് എന്താണ് കുട്ടികൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്കും അച്ഛനെ വിളിക്കുവാണ്. അപ്പോൾ അച്ഛനെ വിളിക്കാൻ വേണ്ടി കുട്ടികൾ നിൽക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എനിക്ക് വയ്യ മക്കൾ, അച്ഛന് എണീറ്റ് വരാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ നമ്മുടെ രാഘവേട്ടൻ പറയുമ്പോഴത്തേക്കും കുട്ടികൾ പറയാം അതൊന്നും പറ്റില്ല, അച്ഛൻ എണീറ്റ് വന്നേ പറ്റത്തില്ല, ഇന്ന് ബർത്ത്ഡേ ആഘോഷമല്ലേ വരണം, ഞങ്ങൾ രണ്ട് സ്ട്രോങ് ഗേൾസ് അല്ലേ നിൽക്കുന്നത്, അപ്പം ഞങ്ങൾ പിടിക്കാം. നിങ്ങൾ രണ്ട് സ്ട്രോങ് ഗേൾസ് ആണോ? എടി നിൻ്റെ സ്ട്രോങ്ങിനെ കുറിച്ചൊന്നും നീ പറയല്ലേ. രാഘവേട്ടൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെ ശ്രദ്ധ എന്താണ് രാഘവേട്ടനും കുഞ്ഞുങ്ങളായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ, ആ സംസാരത്തിൽ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സംസാരങ്ങൾക്കിടയിൽ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കാർത്തികോട് ഈ മധുശ്രീ ചോദിക്കുക എടി നീ ആ മെഡിസിൻ എവിടെ അടി വെച്ചത്, ആ ഒരു ടാബ്ലറ്റ് എവിടെ വെച്ചത് കേക്കിനകത്ത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാനത് ചെറിക്കകത്ത് വെച്ചിട്ടുണ്ടെന്ന് കാർത്തിക് പറയുന്നുണ്ട്. ചെറിക്കകത്ത് വെച്ചാൽ മാത്രം പോരാ, ഇത് സമയത്ത് എടുത്തതാ ആ നിൽക്കുന്നില്ലേ ശാലിനി, അവളുടെ കയ്യിലേക്ക് നീ തന്നെ കൊടുക്കണം. ഈ മധുശ്രീ എന്തോ പറയുന്നത്, ഇനി ഞാൻ അതും കൂടെ ചെയ്യണോ, ഞാൻ എത്രയൊക്കെ ചെയ്തെന്നാ, നീ എന്ത് ചെയ്തെന്നാ, മെഡിസിൻ മേടിച്ചുകൊണ്ട് വന്നത് ഞാൻ, ലക്ഷങ്ങൾ അതിന് ചിലവാക്കിയാണ്, ഈ ഐഡിയ തന്നത് ഞാൻ, അത് വെക്കാൻ നിന്നെ ഏൽപ്പിച്ചതേ അത്ര വലിയ കാര്യമൊന്നുമല്ല. കാരണം ഈ വീട്ടിലെ കുടുംബാംഗമായിട്ട് നീ നിൽക്കുന്നതുകൊണ്ട് നിനക്കത് ചെയ്യാൻ എളുപ്പമാണ്, അല്ലാതെ എനിക്ക് പോയി ചെയ്യാൻ പറ്റാത്ത കൊണ്ട് മാത്രം നിൻ്റെ കയ്യിൽ തന്നെ, ഇനി അത് ശാലിനിയുടെ കയ്യിൽ എത്തിക്കുമെന്നതും നിൻ്റെ ദൗത്യം തന്നെയാണ്, അതും കൂടെ ചെയ്താൽ മതി നീ. അപ്പോഴത്തേക്കും അത് എനിക്കിനി ചെയ്യാൻ പറ്റുമോ, നീ ചെയ്തേ പറ്റത്തുള്ളൂ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പറയുന്നതിൻ്റെ അപ്പത്തേക്ക് നിനക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചലിക്കാൻ പറ്റില്ല. അവരെ ഞാനാണിപ്പം നിനക്ക് വേണ്ടി എന്താണ് ആ വന്ന് കീറിയ ആ ജയശങ്കറിനെ ചാരുമൂടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്, അതുപോലെ റിവേഴ്സ് അവനെ കൊണ്ടുവരാനും എനിക്കറിയാം. അതുകൊണ്ട് പറയുന്ന കേട്ട് നിന്നാൽ നിനക്ക് കൊള്ളാൻ കാർത്തിക എന്ന് പറയുമ്പോൾ കാർത്തിക ലാസ്റ്റ് വീണ്ടും ട്രാപ്പ് ഇടുക. പക്ഷേ കാർത്തിക ട്രാപ്പിൽ വീഴുന്നെങ്കിലും
മധുശ്രീയുടെ മനസ്സിലെ പ്ലാനുകളെല്ലാം അതിനേക്കാളപ്പുറമാണ്. കാരണം മധുശ്രീ ചിന്തിക്കുന്നത് പിന്നെ ശാലിനിയെ കൊന്നിട്ട് അതിന് വേണ്ടി ജയിലിൽ പോയി കിടക്കാനൊന്നും ഈ മധുശ്രീയെ കിട്ടത്തില്ല. അതിന് എനിക്ക് പകരമുള്ള ഡമ്മി അടി കാർത്തികേ, നീ പോയി കിടക്കും, ശാലിനിയെ കൊന്നതിന് നീ പോയി കിടക്കും ജയിലിൽ. അല്ലാതെ ഇതിനകത്തൊന്നും മധുശ്രീയുടെ കൈ കാണത്തേ ഇല്ല. മധുശ്രീ എപ്പോഴും ക്ലീൻ ആയിട്ട് ഇങ്ങനെ ഹാപ്പിയായിട്ട് ഇറങ്ങും. പിന്നെ അല്ലെങ്കിൽ തന്നെ ഇവളെ കൊന്നിട്ട് ജയിലിൽ പോയി എൻ്റെ ജീവിതം നശിപ്പിക്കാനല്ലേ എനിക്കിരിക്കുന്നത്, എനിക്ക് കണ്ട് ആസ്വദിക്കണം, അല്ലാതെ ഇതിൻ്റെ അകത്ത് ചെന്ന് പെട്ടുകൊടുക്കാനൊന്നും എന്നെ കിട്ടത്തില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് മനസ്സിൽ കാർത്തികയോട് ചിന്തിക്കുമോ, എന്തായാലും ആരെങ്ങനെ കൂട്ടിക്കഴിച്ച് നോക്കിയാലും നിനക്ക് തന്നെ ഇതിനകത്ത് ലാഭമുള്ളൂ എന്ന് സമൂഹം തന്നെ വിധി എഴുതാം. കാരണം നീയാണ് വിഷ്ണുവിൻ്റെ പുതിയ ഭാര്യ. അതുമാത്രമല്ല, നീ ഇവിടെ ആൾമാറാട്ടം നടത്തി കയറിയിരിക്കുക. അപ്പം ആൾമാറാട്ടം നടത്തി ഈ വീട്ടിൽ നീ എന്തിന് വന്നു എന്ന ചോദ്യം തൊട്ട് നിനക്കെതിരെ മാത്രമാകും സംശയം. എനിക്കെതിരെ ആറ് ഡൗട്ടും പറ്റില്ല. ഞാൻ എപ്പോഴും സേഫായി തന്നെ നിൽക്കും. നീ ശാലിനിയെ കൊല്ലും, എനിക്കത് കണ്ട് ഞാൻ സന്തോഷിക്കും. പക്ഷേ ശാലിനിയെ കൊന്നതിന് ജയിലിൽ പോകുന്നതും കാർത്തികെ നീ തന്നെ ആയിരിക്കടി മണ്ടി. എനിക്ക് പകരമുള്ള ഡമ്മി പീസായിട്ട് നീ തന്നെ പോകും. കാരണം വിഷ്ണുവിൻ്റെ പുതിയ ഭാര്യയായി നിനക്കാണ് ശാലി ഈ ലോകത്ത് ഇല്ലാതാവാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. അപ്പം നീ തന്നെയല്ലേ അവളെ കൊല്ലാൻ മുൻകൈ എടുക്കത്തുള്ളൂ. അപ്പം ഇതെല്ലാം നിൻ്റെ തലയെ വന്ന് വീഴും, അതെനിക്ക് കാണേ വേണം എന്നൊക്കെ പറഞ്ഞ് മധുശ്രീ എന്താണ് കാർത്തികയെക്കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ കാർത്തിക ഇത്രമാത്രം ചതിയാണ് മധുശ്രീ എടുക്കുന്നതെന്നുള്ള കാര്യം കാർത്തിക അറിയുന്നുമില്ല. എന്താണ് രാഘവേട്ടനെ, ഞങ്ങൾ രണ്ട് സ്ട്രോങ് ഗേൾസ് അല്ലേ, അച്ഛൻ ബാ നമുക്ക് കേക്ക് വെട്ടാൻ വേണ്ടി എണീക്കാൻ വന്നിട്ട് രണ്ട് പേരും കൂടെ ചെന്ന് രാഘവേട്ടനെ കൈ പിടിച്ചങ്ങ് വലിക്കണം. അപ്പോഴത്തേക്ക് എന്താണെന്നറിയോ, ഈ നമ്മൾ സത്യമോൾ വിളിക്കുകയാണ് അച്ചച്ച എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അച്ചച്ച എന്ന് വിളിക്കുമ്പോൾ ശാലിനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോഴത്തേക്ക് നമ്മുടെ പപ്പിമോൾ എന്താ ഞെട്ടി നിൽക്കുകയാണ്. അതെങ്ങനെയാ സത്യം, നിൻ്റെ അച്ചച്ചനാവുന്നത്, എൻ്റെ അച്ചച്ചനല്ലേ? അതേ പപ്പി പറഞ്ഞില്ലേ പപ്പിയുടെ അമ്മ എൻ്റെ അമ്മയാണ്, അതുപോലെ തന്നെ പപ്പിയുടെ അച്ചച്ചന് എൻ്റെ അച്ചച്ചൻ തന്നെയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പപ്പിമോൾ എന്താണ് അതിനകത്ത് ഹാപ്പി ആകുമ്പോഴത്തേക്കും നമ്മുടെ ശാലിനി ചിന്തിക്കുക, നിങ്ങൾ അറിയാതാണെങ്കിലും മക്കളെ നിങ്ങൾ രണ്ടുപേരും അച്ചച്ചൻ തന്നെയാണ് ആയിരിക്കുന്നത് എന്നൊന്ന് ശാലിനി മനസ്സിൽ സന്തോഷിക്കുക. അപ്പം വിഷ്ണുവൊക്കെ ഇത് കണ്ടെന്താണ് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് എന്താണ് രാഘവനോട് പിള്ളച്ചേട്ടൻ ചോദിക്കുന്നുണ്ട്, പിടിക്കണോ സാധനം ചോദിക്കുമ്പോൾ എടാ വേണ്ടടോ, കാരണം വേണ്ട എൻ്റെ രണ്ട് ഇപ്പുറത്തും അപ്പുറത്തുമായിട്ട് വേണ്ട രണ്ട് സ്ട്രോങ് ഗേൾസ് അല്ലേ നിൽക്കുന്നത്, പിന്നെ ഞാൻ വീഴത്തൊന്നുമില്ല. അങ്ങനെ ലാസ്റ്റ് രാഘവേട്ടനെയും പിടിച്ച് എണീപ്പിക്കണം. അപ്പോൾ ലാസ്റ്റ് കേക്ക് കട്ടിയാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് നിൽക്കുമ്പോഴത്തേക്കും സത്യഭാമ എന്താണ് ഷാമേ നീ ഇങ്ങനെ അടുത്ത് വന്നേക്കുക, ഷാമ മോളെ ഇങ്ങനെ അടുത്ത് വന്ന് നിൻ്റെ കുട്ടികൾ ബർത്ത്ഡേ അല്ലെന്ന് വിളിക്കുമ്പോഴത്തേക്കും രാഘവേട്ടൻ എന്താണ് ശാലിനി വിളിക്കുക, മോൾ ഇങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് വന്നേ എന്ന് വിളിക്കുക. ശാലിനി എന്താണ് മുഖം കൊണ്ട് കാണിക്കുക, അല്ല അച്ഛൻ ഇവിടെ തന്നെ നിന്നോളെന്ന് കാണിക്കും. എടീ അതൊന്നും പറയാൻ നീ ഫ്രണ്ടിലേക്ക് വന്നേ, നിൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്കും ശാലിനി അങ്ങോട്ടേക്ക് വരാനായിട്ട് നിൽക്കുന്നില്ല, അവിടെ തന്നെ നിൽക്കാനാണ്. അപ്പോഴത്തേക്കും അമ്മ കയറി പറയുന്നുണ്ട്, വെറുതെ സമയം കളയിലെ രാഘവേട്ട ഓരോ കാര്യത്തിനും വേണ്ടി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എല്ലാവരും കേക്ക് കട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ രണ്ട് കുട്ടികളും കേക്കിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ പപ്പിമോള് കാണിച്ചു കൊടുക്കുക, സത്യ കണ്ടോ കേക്കിൽ നിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഹാപ്പി ആയിട്ട് രണ്ടുപേരും കേക്ക് കട്ട് ചെയ്യും. അപ്പോൾ ഇവർ കേക്ക് കട്ട് ചെയ്യുന്നതും ഈ എല്ലാവരോടും ആഘോഷിക്കുന്നതൊക്കെ നോക്കി ശാലിനിയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. വിഷ്ണുവിന് ഭയങ്കര ഹാപ്പിയാണ്. വിഷ്ണുവിന് അറിയുന്നില്ല തൻ്റെ മക്കളാണെന്നറിയാതെ തന്നെ വിഷ്ണു എന്താണ് രസമായിട്ട് ആ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഭയങ്കര ഹാപ്പിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്തെല്ലാം ടെൻഷൻ നിൽക്കുകയാണ് കാത്തേ, കാരണം ഈ പറയുന്ന ചെറിയുടെ പീസ് ആരുടെ കയ്യിലേക്ക് പോകും, കുട്ടികളത് കഴിക്കുമോ, ആരുടെ കയ്യിലേക്ക് എത്തും, ശാലിൻ്റെ കയ്യിൽ അത് എങ്ങനെ എത്തിക്കാം എന്ന് തന്നെ കാർത്തിക നോക്കുമ്പോഴത്തേക്കും ഈ കേക്കിൻ്റെ പീസൊക്കെ കട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ എന്താണ് ശ്യാമ പറയുന്നുണ്ട് എടുത്ത് സത്യാമ്മയെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ രാഘവേട്ടൻ പറയുന്നില്ല, വേണ്ട സത്യാമ്മയ്ക്കല്ല കൊടുക്കേണ്ടത്, ആദ്യം നിങ്ങൾ ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ സ്വന്തം അമ്മയ്ക്ക് വേണം കൊടുക്കാൻ. ഒരമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ലോകത്ത് ആരും തന്നെ. നിങ്ങൾ ഈ ഭൂമിയിൽ ആദ്യത്തെ വെളിച്ചം കാണിച്ചത് നിങ്ങളുടെ അമ്മയാണ്. അമ്മയ്ക്കാണ് ആദ്യത്തെ കേക്കിൻ്റെ പീസിൻ്റെ അവകാശം. ഈ എല്ലാവിധ പിറന്നാളും അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മ നമ്മൾ ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന് നന്ദി കാണിക്കാനുള്ള ഒരു സെലിബ്രേഷൻ തന്നെ ആവണമെന്ന് പറയുമ്പോഴത്തേക്കും സത്യഭാമയ്ക്ക് ചെറിയ രീതിയിൽ ഒരു വളിപ്പൊക്കെയാണ്, പക്ഷേ എന്നാലും അത് പറഞ്ഞ് ന്യായമല്ലേ എന്ന രീതിയിൽ അവരതങ്ങ് അംഗീകരിച്ച് നിൽക്കുമ്പോഴത്തേക്കും ശ്യാമ എന്താണ് മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ ശ്യാമയ്ക്ക് നമ്മുടെ പപ്പി മോള് കേക്ക് കൊടുക്കുവാണ്. അപ്പോൾ കേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ശ്യാമ എന്താ കേക്ക് വാങ്ങി വെക്കാതെ ആ കേക്ക് എന്താണ് കൈ കൊണ്ട് ഒരു പീസ് എന്താണ് പിച്ചെടുത്ത് കൈ വെച്ചിട്ട് പപ്പി മോൾക്ക് ഒരു പീസ് എന്താണ് ഊട്ടി കൊടുക്കുക. അപ്പം ശ്യാമ ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ജന്മം തന്ന അമ്മയ്ക്കാണ് ആദ്യത്തെ മധുരത്തിനുള്ള അവകാശം എന്നല്ലേ പറഞ്ഞു. അപ്പം ഈ ജന്മം തന്ന എന്ന് കേൾക്കുമ്പോൾ തന്നെ ശ്യാമ നേരെ ശാലിനി നോക്കുവാണ്, എൻ്റെ കുഞ്ഞേച്ചിയല്ലേ പ്രസവിച്ചത്, കുഞ്ഞേച്ചിക്കല്ലേ ഇതിൻ്റെ അവകാശം, എനിക്കെങ്ങനെയാണ്. അപ്പം കുഞ്ഞേച്ചി തന്നെ ലാസ്റ്റ് എന്താണ് നീ കഴിച്ചോ മോളേന്ന് ആ ഒരു തല കൊണ്ടുള്ള ഒരു ആക്ഷനും കണ്ണുകൊണ്ട് കാണിച്ചപ്പോഴാണ് ശ്യാമയ്ക്ക് എന്താണ് പപ്പിയുടെ അടുത്ത് നിൽക്കാൻ പോലും ആ ഒരു മനസ്സിന് എന്താണ് അത് പറ്റുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് പപ്പിമോളുടെ കയ്യിൽ നിന്ന് ആ ഒരു കേക്കിൻ്റെ പീസ് കട്ട് ചെയ്ത് കൈ തന്നെ വെച്ചിട്ട് മറ്റൊരു പീസ് പപ്പിക്ക് എന്താണ് ഊട്ടി കൊടുക്കണം. പിന്നെ അതിനുശേഷം പപ്പിമോൾ എന്താണ് പോയി ഓരോരുത്തർക്കായി കൊടുക്കുക, അടുത്ത ജന്മം തന്ന അച്ഛന് കൊടുക്കുകയാണ്. അപ്പോൾ രോഹിതിന് കൊടുക്കുമ്പം നേരെ വിഷ്ണുവിനെ നോക്കുക, കാരണം ജന്മം തന്ന പിതാവ് എന്ന് പറയുന്നത് വിഷ്ണു അല്ലേ എന്ന രീതി ശാലിനി നോക്കുമ്പോൾ ശ്യാമ നോക്കുവാണ്. ഈ കേക്കിൻ്റെ ആദ്യത്തെ മധുരത്തിൻ്റെ ഏറ്റവും പ്രധാന അവകാശം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനും തന്നെയാണല്ലോ എന്ന് ശ്യാമ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് എല്ലാവരും ഹാപ്പിയായിട്ട് ഓരോരുത്തർക്ക് കേക്കിൻ്റെ പീസൊക്കെ കൊടുത്ത് വരുവാണ് കാണിക്കുന്നത്.
നമ്മുടെ സത്യമോളാണ് കേക്ക് കൊണ്ടുവന്നത്. അപ്പം കേക്ക് കൊണ്ടുവന്ന ആദ്യം തന്നെ ജന്മം തന്ന അമ്മ അപ്പോഴത്തേക്കും ശാലിനിക്കാണ് കേക്ക് ആദ്യം തന്നെ പീസ് കൊടുക്കുന്നത്. അപ്പോൾ ശാലിനി എന്താണ് ഹാപ്പി ബർത്ത്ഡേ മോളെ എന്ന് ഭയങ്കര സങ്കടം സ്നേഹം എല്ലാം നിറഞ്ഞ ആ എല്ലാ വികാരത്തോടു കൂടി തന്നെ മോളെന്താണ് ഉമ്മ വെച്ച് ആ കേക്കിൻ്റെ എന്താണ് വായി ഊട്ടി കൊടുക്കുക. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ബാക്കി മോള് കഴിച്ചെന്ന് പറയുന്നത്. കാരണം ജന്മം തന്ന അച്ഛനെ കൊടുക്കാൻ അച്ഛൻ തൊട്ട് മുന്നിലുണ്ടായിട്ടും ചൂണ്ടിക്കാണിച്ച് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയുടെ നിസ്സഹായതയ്ക്കകത്ത് മോള് ബാക്കി കഴിച്ചെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പപ്പി മോള് ചെയ്ത പോലെ അല്ല, നമ്മുടെ സത്യമോള് ഭയങ്കര സ്മാർട്ടായിട്ട് എന്താ പറയുക ചെയ്തതെന്ന്. നമ്മുടെ സത്യമോള് ഈ കേക്കും കൊണ്ട് ആരും പറഞ്ഞില്ല തന്നെ കഴിക്കാൻ വന്നിട്ടും മകൾ അച്ഛനെ സ്വന്തം ചോരി തിരിച്ചറിഞ്ഞ് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോയാണ് ബിഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കേക്കിൻ്റെ പീസം കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറയുമോ ശാലിനിക്ക് അതിനെക്കാലം. കാരണം ആർക്കാണോ കൊടുക്കേണ്ട അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തന്നെ ആണല്ലോ ചെന്നത് എൻ്റെ കുഞ്ഞ് എന്ന രീതിക്കകത്ത് ഭയങ്കര സ്നേഹത്തിനകത്ത് തന്നെ ശാലിനി എന്താണ് സ്നേഹം നിറഞ്ഞ ആ ഒരു സങ്കടം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ വായിലേക്ക് എന്താണ് കേക്ക് കൂട്ടി കൊടുക്കുക. അപ്പം വിഷ്ണു ആ കേക്ക് കഴിച്ചിട്ട് കുഞ്ഞിന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് എന്താണ് 100 ജന്മദിന ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ എന്താണ് കുഞ്ഞിന് ഉമ്മ കൊടുക്കും. അപ്പം എന്നിട്ട് നമ്മുടെ സത്യഭാമയ്ക്ക് ഒന്നൊന്നര കലി പിടിച്ചിരിക്കുക, ഇവൻ എന്തുവായി കാണിക്കുന്നത്. എന്നിട്ട് സത്യഭാമ നേരെ കാർത്തികയുടെ മുഖത്തേക്ക് നോക്കും. കാർത്തിക ഇത് കണ്ടിട്ട് ഇനി മനോവിഷം എങ്ങാണോ ആയോ എന്ന രീതി കാർത്തിക നോക്കുമ്പോൾ കാർത്തിക ഒരു മഞ്ഞിച്ച ചിരിയൊക്കെ അവിടെ ചിരിച്ചങ്ങ് പാസ്സാക്കുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് ശാലിനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ച് വന്നൊരവസ്ഥ. കാരണം വിഷ്ണുവേട്ടനല്ലേ എൻ്റെ കുഞ്ഞിന് ഉമ്മ കൊടുത്ത് കുഞ്ഞിന് ഈ കേക്ക് കൂട്ടി കൊടുത്ത് അർഹതയുള്ള കാര്യം എൻ്റെ കുഞ്ഞിന് ഇന്നെങ്കിലും അവൾ അറിയാഞ്ഞിട്ടാണെങ്കിലും അവൾക്ക് ഇന്ന് സ്വന്തം അച്ഛൻ്റെ കൂടെ ഈ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള അവസരം കിട്ടിയില്ലേ. അപ്പം അത്രയ്ക്ക് ഹാപ്പിക്കകത്താണ് നമ്മുടെ ശാലിനി നിൽക്കുന്നത്. പിന്നെ ശാലിനി മെല്ലെ എന്താണ് ആ ഒരു ഭാഗത്ത് അങ്ങ് നിൽക്കുന്ന ശാലിനിക്ക് എന്താണ് കുറേ നേരം കൂടെ ആകുമ്പോഴത്തേക്കും മനസ്സിന് ആ വികാരം പൊട്ടി വരുമ്പോഴത്തേക്കും ശാലിനി അവിടെ നിന്ന് എന്താണ് പുറത്തേക്ക് അങ്ങ് പോവുകയാണ്. അപ്പം പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു സിറ്റ് ഔട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ശ്യാമയ്ക്ക് എന്താണ് ശ്യാമ ഈ കേക്കൊക്കെ ബാക്കി എല്ലാവർക്കും വീതിച്ച് കൊടുക്കാനായി കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന കേക്കിൻ്റെ പീസുകളിനകത്ത് എപ്പോഴാണോ ആ ഒരു പീസ് വരാൻ പോകുന്നത് ഓരോരുത്തരുമായിട്ട് എന്താണ് ആ കേക്കിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പം ഈ എല്ലാവരുടെ കണ്ണ് വെടിച്ചിട്ട് ഈ കാർത്തികയുടെയും മധുശ്രീയുടെയും കണ്ണുകൾ മൊത്തം ആ കേക്കിൻ്റെ പീസ് ആ ചെറിയുള്ള പീസ് ആരുടെ കയ്യിലേക്ക് പോകുന്നു എന്ന് അതേ തിരക്കി നോക്കിക്കൊണ്ടിരിക്കുമ്പം ശ്യാമ ഈ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ കുഞ്ഞേച്ചി പുറത്ത് പോകുന്നത് കണ്ട. അപ്പോൾ ശ്യാമ അവിടെ കേക്കിനെ നിർത്തിയിട്ട് എന്താണ് പൊന്നി ബാക്കി ചെയ്തുകൊണ്ടതിന് ശ്യാമ നേരെ കുഞ്ഞേച്ചിയുടെ അടുത്ത് പോയിട്ട് ശ്യാമ കൈ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പപ്പിമോള് കൊടുത്ത ആ ഒരു ഫസ്റ്റ് പീസ് ഉണ്ടല്ലോ ശ്യാമയുടെ കൈ ഉണ്ടായിരുന്നു, ഇത് കുഞ്ഞേച്ചിക്ക് അവകാശപ്പെട്ടതാണ്. കാരണം കുഞ്ഞേച്ചിക്ക് എൻ്റെ പപ്പിമോൾ അവൾക്ക് ജന്മം കൊടുത്ത അമ്മയ്ക്ക് വേണ്ടി തന്നതാണ്, അത് കുഞ്ഞേച്ചിക്കല്ലേ അവകാശം. ഇതിൻ്റെ പീസ് ശാലിനിയുടെ അങ്ങോട്ടേക്ക് എന്താണ് ശ്യാമ നീട്ടുവാണ്. അപ്പോഴത്തേക്കും ശ്യാമയുടെ വായിലേക്ക് തന്നെ തിരിച്ച് ആ കേക്കിനെ വെച്ച് കൊടുത്തിട്ട് എന്നും ഈ മധുരത്തിൻ്റെ ആദ്യ അവകാശം നീ തന്നെയാക്കി, ഈ മധുരം നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പോഴത്തേക്കും ശ്യാമക്കറിയോ എങ്ങനെയാണ് കുഞ്ഞേച്ചി ഞാൻ ഇതിനൊക്കെ നന്ദി കാണിക്കാൻ പറ്റുന്നത്, എന്ത് പകരം തന്നാൽ കുഞ്ഞേച്ചി എനിക്ക് ഇതിനൊക്കെ പ്രത്യുപകാരം കാണിക്കാൻ പറ്റുന്നത് എന്നതിന് ശ്യാമ കരയുമ്പോൾ നീ കരയേണ്ടടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സത്യഭാമ എന്താണ് ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പുറത്തിറങ്ങുക. അപ്പോഴത്തേക്കും ശ്യാമ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുക, നീ കരയുമായിരുന്നു ശ്യാമയെ നോക്കുമ്പോഴത്തേക്കും അതല്ല സത്യഭാമ എന്ന് പറഞ്ഞിട്ട് കണ്ണൊക്കെ തുടക്കുന്നതിലും കണ്ണീന്ന് വീണ്ടും കണ്ണീരിട്ട് വരും. അപ്പോൾ ശ്യാമ പറയുവാണ്, അല്ല എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ എൻ്റെ കുഞ്ഞേച്ചിയൊക്കെ ആയിട്ട് ഇന്ന് ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റില്ല, അതിന് സന്തോഷം പറയുക എന്ന് പറയുമ്പോഴത്തേക്ക് സത്യഭാമയുടെ മരുമകളായി നിന്നാൽ ഇങ്ങനെ പല സന്തോഷം കാണും, നീ ചായക്കടക്കാരി ശാരദാമ്മയുടെ മകളായി മാത്രം ജീവിച്ചിരുന്നെങ്കിൽ നിനക്ക് ഈ ഒരു സന്തോഷമൊന്നും നിനക്ക് എന്താണ് കിട്ടത്തില്ലായിരുന്നു. ഇനി വല്ല കളക്ടറാന്ന് പറഞ്ഞാലോ ഇനി അതിനേക്കാളും വലിയ പോസ്റ്ററാന്ന് പറഞ്ഞാലോ അതിനൊക്കെക്കാളും വിലയാണ് സമൂഹത്തിൽ സത്യഭാമയുടെ മരുമകളായിട്ടിരിക്കുന്നത്. അതിൻ്റെ അവകാശം സന്തോഷമൊക്കെയാണ് നീ ഇന്ന് അനുഭവിക്കുന്നത്. ഇനി അതിൻ്റെ ബാക്കി അനുഭവിക്കാതിരിക്കുന്ന ആ കാണുന്നവളെ എന്നിട്ട് കാർത്തിക ചൂണ്ടിക്കാണിച്ചിട്ട് ശാലിനിക്കിട്ട് ഒരു കുത്തു കൊടുക്കും. അപ്പോൾ ശാലിനിക്ക് ഇത് കണ്ടിട്ട് വലിയ മൈൻഡൊന്നുമില്ല. കാരണം നിങ്ങളിത് എത്ര പറഞ്ഞു ഞാനിത് എത്ര കണ്ടതാ എന്ന മട്ടിൽ തന്നെ ശാലിനി എന്നാണ് നോക്കി നിൽക്കുവന്നേ ഉള്ളൂ. കുറേ ഉണക്ക ഡയലോഗ് അടിച്ചിട്ട് നമ്മുടെ സത്യഭാമ നേരെ ശ്യാമയും കൂട്ടിക്കൊണ്ട് നീ ബാ അകത്തേക്ക് വാ, നിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അല്ലേ, നീ വേണം അവിടെ മുന്നിൽ തന്നെ കാണാൻ എന്നിട്ട് നേരെ വിളിച്ചുകൊണ്ട് പോകും. അപ്പം ശ്യാമ എന്താണ് അകത്തേക്ക് പോകുമ്പോഴത്തേക്കും ഈ കാർത്തികനെ മത്സരി കാണിച്ചു കൊടുക്കുകയാണ്, എടി ആ കേക്ക് വേഗം പോയി എടുത്തിട്ട് പാടി, അല്ലെങ്കിൽ ഇത് മറ്റാരെങ്കിലും കൈ പോവും, അത് ഷാനി കൊടുക്കാനുള്ളതാ എന്ന് പറയുമ്പോഴത്തേക്കും നേരെ കാർത്തിക പോയിട്ട് പൊന്നിച്ചേച്ചിയുടെ ചോദിക്കുമോ എനിക്കൊരു പീസ് കേക്ക് പൊന്നിച്ചെന്ന് പറയുമ്പോൾ പൊന്നിച്ചേച്ചി നോക്കുമോ നിനക്ക് കേക്കൊക്കെ തരണോ എന്ന മട്ടി നോക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് എന്താണ് ഇവിടെ ആ പറയുന്ന ചെറിയുടെ പീസ് തന്നെ ഈ കാർത്തികയാണ് ഈ എടുക്കുന്നത്. അപ്പം കാർത്തിക എടുത്ത് കൈ വെക്കുമ്പോഴത്തേക്കും നമ്മുടെ പപ്പിമോൾ ഓടിച്ചെന്നിട്ട് അയ്യോ വിഷ്ണു അച്ഛന് കേക്ക് കൊടുത്തില്ല, കാരണം പപ്പിമോൾ ഇതുവരെ വിഷ്ണുവിന് കേക്ക് കൊടുത്തില്ല. എന്നിട്ട് ആ ഒരു പീസാണ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും പൊന്നിച്ചേച്ചി ആ ട്രേ കാണിക്കുമ്പം എനിക്ക് ഈ പീസ് വേണ്ട, എനിക്ക് കാർത്തികയുടെ കയ്യിരിക്കുന്ന പീസ് കാണിച്ചിട്ട് എനിക്ക് ആ പീസാണ് വേണ്ടതെന്ന് കാണിക്കുമ്പം ആ പീസിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നതും കാണിച്ചാണ് ഇനി അടുത്ത എപ്പിസോഡിന് എൻഡിങ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കേക്ക് ലാസ്റ്റ് എന്താണ് വിഷ്ണുവിൻ്റെ അരികിലേക്ക് തന്നെയാണ് ഇനി പോകാനായി പോകുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ലാസ്റ്റ് എന്താണ് ഈ കേക്ക് കാർത്തികയ്ക്ക് എന്താണ് പപ്പിമോൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പം പപ്പിമോൾക്ക് കൊടുത്തു കഴിയുമ്പോൾ പപ്പിമോൾ നേരെ ഈ കേക്ക് കൊണ്ട് അടുത്ത
എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് വിഷ്ണുവിൻ്റെ അരികിലേക്ക് തന്നെ ഈ കേക്കും കൊണ്ട് പോകുന്നതാണ്. അപ്പം വിഷ്ണു എന്താണ് ഈ കേക്ക് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തും കഴിഞ്ഞു. അപ്പം ചെറിയുടെ ഭാഗം കഴിച്ചില്ല, അല്ലാത്തൊരു ഭാഗം കഴിക്കുന്ന കാണിച്ചാണ് എപ്പിസോഡ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പം ഈ എപ്പിസോഡിൽ എന്താ സംഭവിക്കുന്നത്, വിഷ്ണു ആ കേക്ക് ഫുൾ കഴിക്കുമോ, അതിൻ്റെ ഇടയ്ക്ക് ശാലിനി എന്താണ് ആ കേക്ക് നോക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ചെന്ന് എന്ത് സംഭവിക്കുന്നുള്ളതൊക്കെ ഞാൻ ഇന്ന് രാത്രിത്തെ അപ്ഡേറ്റിലേക്ക് ഇടാം. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കണ്ട. ഏകദേശം ഒരു 9 മണിയാകുമ്പോൾ ഇടാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമോ. അപ്പോൾ ഇതാണ് ഇന്ന് രാത്രി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ ഫുൾ എപ്പിസോഡ് റിവ്യൂ. എല്ലാവരും കാണുമോ. ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കമൻസ് ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. ബൈ.